ഞാൻ ഇന്നൊരു ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു സംഗതി നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ അബുദാബിയിൽ ഷഹാമ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ കൊട്ട മരുഭൂമിയിൽ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാണ്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരുവിധം എല്ലാ വിളകളും ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലും കർഷകർ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? തക്കാളി, ഉള്ളി, മുളക്, വെണ്ടക്ക, പയർ, ബീൻസ്, മുരിങ്ങയില, അങ്ങനെയുള്ള വേണ്ടുന്ന എല്ലാം, വഴുതനങ്ങ എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം, നെല്ല്, ഗോതമ്പ്, എത്ര പേര് ഇവിടെ വിദേശ രാജ്യങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്? ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് ഈ ഒരു നെൽപ്പാടങ്ങളും ഗോതമ്പ് പാടവും ഞാൻ കാണുന്നത്. അകത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ പെർമിഷനോടെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഈ പാടത്തിൻ്റെ കിടപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം, ഇദ്ദേഹം 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് കൃഷി ഇറക്കിയിട്ടുള്ളത്. അതിൽ ഒരു നെൽപ്പാടവും ഒരു ഗോതമ്പ് പാടവും ഏകദേശം വിളവെടുക്കാൻ പാകമായിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം കാണുന്ന മറ്റൊന്ന് ഒരു പകുതിയിലേറെ, ഒരു 60% വളർച്ച എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. നാട്ടിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇടയിലൂടെ നമുക്ക് നടക്കാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ വരമ്പ് പോലെ അദ്ദേഹം കെട്ടിയിട്ടിട്ടുണ്ട്. ചെറിയ തോതിൽ നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ തട്ടി തലോടിയിട്ട് ആ പാടത്തിൻ്റെ നടുവിലൂടെ നടക്കുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു നെൽപ്പാടത്തോ അല്ലെങ്കിൽ ഒരു ഗോതമ്പ് പാടത്തോ ഒക്കെ നടക്കുന്നത് പോലെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഞാനതിന് ചുറ്റി നടക്കുമ്പോഴാണ് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ കണ്ടത്. നല്ല തിങ്ങി നിറഞ്ഞ് വള്ളി പടർന്ന് നിൽക്കുകയും അതിനടിയിലുള്ള മണ്ണ് കാണാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സമയത്തോടെ തന്നെ അതിൽ നിന്ന് കുറച്ച് കിഴങ്ങുകൾ പറിച്ചെടുത്തിട്ട് ഞാൻ നോക്കി. മാഷാ അല്ലാഹ്, ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. വലിയ കിഴങ്ങ്, നല്ല വളർച്ച എത്തിയിട്ടുണ്ട്, നല്ല കളറും ഉണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ അതിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അഭി छोटा है, जो नीचे वो मट्टी में कुछ नहीं डालते अंदर, समाज डालते हैं, मरकब डालते हैं. पिछले साल इतना हुआ, पहला इतना. माशाल्लाह, ये हम लोग मुल्क में पहले है ना कितने बनाते हैं. मेरे बापा, अभी बापा नहीं है, मर गया. कितने बनाते हैं मालूम है? बांग्लादेश वाला वो भी नीचे लगा. ये कौन लेके आया इसका? ये आपको? ये अरबाब फोर मैंने बंगाली, वो इधर लगा हुआ है ना, अरबाब इसी वजह से लगा. സംഗതി എൻ്റെ ഹിന്ദി കേട്ടപ്പോൾ ആൾക്ക് മനസ്സിലായി ഞാൻ ഹിന്ദിയിൽ അത്യാവശ്യം പാണ്ഡിത്യം നേടിയ ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈകളുടെ ആംഗ്യവും ചുണ്ടിൻ്റെ ചലനമൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം എനിക്ക് മറുപടി തന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഉള്ളി കൃഷി. വലിയ ഉള്ളിയാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഉള്ളി വെച്ച സ്ഥലത്തും അദ്ദേഹം ഓരോ പൈപ്പിന് ഹോൾസ് ഇട്ടിട്ട് വെള്ളം ഒന്നിച്ച് തുറന്നു വിട്ട് നനക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പൊതുവെ എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വലിയ ഉള്ളിയാണ്. ഇതിൻ്റെ ഈ തണ്ട് നമ്മൾ സലാഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ജർജിയലിൻ്റെ ഇല പോലെ തന്നെ വലിയ ഉള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ തൂമ്പുണ്ടല്ലോ, മുളച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഇല, അത് നമ്മൾ സലാഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ നാടൻ പയർ അത് ഏകദേശം വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, വള്ളികളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം 1-2 അദ്ദേഹം വിത്തിന് വേണ്ടിയിട്ട് അതിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ മുന്നോട്ട് നടന്നപ്പോഴാണ് നാടൻ കപ്പ ഞാൻ കാണുന്നത്. ഇദ്ദേഹം പറയുന്നത് അർബാബ് എവിടെ നിന്നൊക്കെയോ കൊണ്ടുവരുന്നതാണ്, അത് ഞാനിങ്ങനെ വർഷാവർഷം സീസണിൽ ഇങ്ങനെ മാറ്റി നടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അമരപ്പയർ കണ്ടു. ഒരു കൂട്ടം അദ്ദേഹം ഇങ്ങനെ നട്ടുപിടിപ്പിച്ച അമരപ്പയറിൻ്റെ ഒരു കൂട്ടം. കപ്പയാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത്. നല്ല കനമുള്ള ഒരു തണ്ടാണ് ഈ കപ്പക്കുള്ളത്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ തന്നെ. പക്ഷേ അദ്ദേഹം ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കപ്പ നട്ടിട്ടുള്ളത്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് പടവലങ്ങയും ചിരങ്ങയൊക്കെ അദ്ദേഹം ഒരു പന്തൽ പോലെ പടർത്തി വെച്ചത്. നാട്ടിലെ പോലെ തന്നെ ഞാൻ പടർത്തി വെച്ചത് അവിടെ കാണുന്നത്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ വെണ്ടക്കയുണ്ട്, തക്കാളിയുണ്ട്, മുളകുണ്ട്. ഒരുവിധം നമുക്ക് വീട്ടിൽ വേണ്ട എല്ലാ പച്ചക്കറികളും അദ്ദേഹം ഈ ഒരു ഫാമിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഇതെല്ലാം അർബാബാണ് ഉപയോഗിക്കുന്നത്, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്കും തരും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മനസ്സ് നിറക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടാണ് ഞാൻ അവിടുന്ന് തിരിഞ്ഞു പോകുന്നത്. പോരാൻ മനസ്സൊന്നും അനുവദിച്ചില്ല, പക്ഷേ ഇനിയും സമയം കിട്ടുമ്പോൾ വരണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞങ്ങളെ യാത്രയാക്കിയത്. ഒരുപാട് നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിച്ചു എന്നെനിക്ക് തോന്നുന്നു. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരും. ഓക്കെ, ബൈ.